6:56 വായിച്ചേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പറയുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഈശോ പറയുന്നത്. എന്താണ് അനുഗ്രഹം? സ്വീകരിക്കുന്ന നിന്നിൽ ഞാൻ വരുന്നു, നീ എന്നിലും. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഇനി രണ്ടുപേരല്ല, നമ്മളിനി ഒരാളാണ്. ഇങ്ങനെ ചിന്തിച്ചേ. വൈദികൻ നിങ്ങളുടെ കയ്യിലേക്ക്, നിങ്ങളുടെ നാവിലേക്ക് വിശുദ്ധ കുർബാന തരുന്നു. ഈശോയുടെ ശരീരങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നു. ഈ ക്യൂവിൽ നിങ്ങൾ വരുന്നു, കുർബാന സ്വീകരിക്കുന്നു, മടങ്ങിപ്പോകുന്നു. മിനിമം 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 നിങ്ങളുടെ കസേരയിൽ എത്തുന്നത് വരെ എങ്കിലും ചിന്തിച്ചേ, ശരിക്കും തിരിച്ചു നടന്നു പോകുന്നത് നിങ്ങളാണോ? ആ വചനം ഉറപ്പിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ആ സമയത്ത് മിനിമം നീ ആ കസേരയിലേക്ക് തിരിച്ചെത്തുന്നത് വരെ തിരിച്ചു പോകുന്നത് നീ അല്ല, ഈശോയാണ്. കാരണം നിന്റെ ഉള്ളിൽ ഇപ്പോൾ ആര് വന്നു? ഈശോ വന്നു. മാത്രമല്ല, ഇപ്പൊ നീ അവനിലും രണ്ടുപേരല്ല, ഒരാളാണ്. ആ സമയത്ത് ഇനി ശ്രദ്ധിക്കുക, ആ സമയത്ത് നിങ്ങൾ ഒരു പ്രാർത്ഥന നടത്താൻ പറ്റുമോ എന്ന് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയില്ല, ഒരു 3 നിയോഗം ഞാൻ കമാൻഡ് ചെയ്തു, റിക്വസ്റ്റ് ചെയ്യല്ല ചെയ്തത്. കാരണം എൻ്റെ ഉള്ളിൽ ആരാണ്? ഈശോയാണ്. പറയുമ്പോൾ അഹങ്കാരം എന്ന് വിചാരിക്കല്ലേ. കുർബാന സ്വീകരിക്കുന്ന സമയത്ത് സ്വീകരിച്ച അത്രയും സമയം ഞാനില്ല, ആരേ ഉള്ളൂ? ഈശോയേ ഉള്ളൂ. എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് കമാൻഡ് ചെയ്യാം. ഈ ജോലി എനിക്ക് കിട്ടി, ഈ പ്രശ്നം മാറട്ടെ, ഈ വാതില് തുറക്കപ്പെടട്ടെ. പറയുന്നത് ജിൻസല്ല, പറയുന്നത് ഈശോയാണ്. സ്വീകരിക്കുന്നവരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നു. ആ സമയത്ത് റിക്വസ്റ്റ് ഇല്ല, നോ റിക്വസ്റ്റ്, കമാൻഡ്. ഈശോ പറയട്ടെ. ഈശോ പറയാണ് എന്റെ വിവാഹം നടക്കട്ടെ, കമാൻഡ് ചെയ്യണം. ഈശോ പറയാണ് ഈ കടം മാറട്ടെ, കമാൻഡിങ്. ഈശോയുടെ ആ സമയത്ത് നിങ്ങൾ ഒന്നും ചോദിക്കണം, ഈശോയെ കടം മാറ്റി തരണേ ചോദിക്കാതെ ഉള്ളിൽ ആരാണ്? ഈശോയാണ്. അങ്ങനെ പോലും ചിന്തിച്ച പോരാ. ഇപ്പൊ ഞാനില്ല, ഈശോയേ ഉള്ളൂ. ഐ കമാൻഡ്. അത് തുറക്കപ്പെട്ടേ മതിയാവും.